അപ്പോൾ എല്ലാവർക്കും എഡ്ഫിലിൻ്റെ കേട്ടറ്റ് കാറ്റഗറി 2 ജനറൽ സയൻസിൻ്റെ PYQ അനാലിസിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ കേട്ടറ്റ് കാറ്റഗറി 2ൻ്റെ എക്സാം, അതായത് മാർച്ച് 2023 കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്തുനിന്ന് വന്നിട്ടുള്ള ജനറൽ സയൻസ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഓരോന്നിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വായുവിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗമാണ്. അതായത് നമ്മൾ ലോഹ ശുദ്ധീകരണത്തിനകത്തും അതുപോലെ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന ഭാഗത്തൊക്കെ കുറേ ശുദ്ധീകരണ പ്രക്രിയകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഏതൊക്കെയാണ് മെത്തേഡ്സ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്? സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ, ഉൽപ്പതനം അഥവാ സബ്ലിമേഷൻ, അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ക്രൊമറ്റോഗ്രഫി. ഈ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. വായുവിലുള്ള അല്ലെങ്കിൽ വായു ഘടകങ്ങളായിട്ടുള്ളതിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണെന്ത്? അംശിക സ്വേദനമാണെന്ത് ആൻസർ ആയിട്ട് വരുന്നത്. അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അംശിക സ്വേദനം ആൻസർ ആയതെന്ന് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിശ്രിതത്തിലെ ഒരു ഘടകത്തിന് ബാഷ്പീകരണ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഘടകങ്ങളെ നമ്മൾ മിശ്രിതത്തെ ചൂടാക്കുമ്പോൾ ആ ഘടകം വായുവായിട്ട് പോകുന്നു. അങ്ങനെ ബാഷ്പീകരണ സ്വഭാവമുള്ളതിനെയും ബാഷ്പീകരിക്കാത്തതിനെയും തമ്മിൽ വേർതിരിക്കുന്ന മെത്തേഡാണെന്ത്? സ്വേദനം എന്ന് പറഞ്ഞാൽ മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണ സ്വഭാവമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമാകുമ്പോൾ ഘടകങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണെന്ത്? സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ. ഇനി തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾ തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന മെത്തേഡ് നമുക്ക് മിശ്രിതത്തിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട എന്താണ്? തിളനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമ്പോൾ എന്താണ്? ഒന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ബാഷ്പമായിട്ട് മാറുന്നുണ്ട്. മറ്റ് കുറേ സമയം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബാഷ്പമായിട്ട് മാറുന്നത്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ സ്വേദനം ഉപയോഗിക്കുന്നത്. ദെൻ അപദ്രവ്യം ചൂടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ശുദ്ധലോഹത്തിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. സിങ്ക്, കാഡ്മിയം, ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മാണം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സിങ്കിൻ്റെയും കാഡ്മിയത്തിൻ്റെയും സെപ്പറേഷൻ, അതുപോലെ ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ നിർമ്മാണത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്വേദനം എന്ന് പറയുന്ന മെത്തേഡാണ്. അടുത്ത മെത്തേഡാണെന്ത്? ഉൽപ്പതനം അഥവാ സബ്ലിമേഷൻ. ഉൽപ്പതനം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കർപ്പൂരമായിരിക്കില്ലേ ഓർമ്മ വരുന്നത്. എന്താണ്? കർപ്പൂരം കയ്യിൽ വെത്തിച്ച് കത്തിക്കുമ്പോൾ എന്താണ്? നമ്മൾ അത് നേരെ ഗ്യാസായിട്ടാണ് പോകുന്നത്. വേറെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ബാക്കിയാവുന്നില്ല. തന്നെയാണ് ഉൽപ്പതനം എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുക്കൾ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് നേരിട്ട് പോകാതെ എന്ത് ചെയ്യുന്നു? നേരിട്ട് ഖരവസ്തു എന്തായിരുന്നു? വാതകമായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഉൽപ്പതനം അഥവാ സബ്ലിമേഷൻ. ചൂടാക്കുമ്പോൾ എളുപ്പം ബാഷ്പമാകുന്ന പദാർത്ഥമാണെന്ത്? അയഡിൻ. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഇനി വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, അയഡിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പറയാമായിരുന്നു. ഉൽപ്പതനം അഥവാ സബ്ലിമേഷൻ പറയാമായിരുന്നു. ഉൽപ്പതനം കാണിക്കുന്ന 2 മെറ്റീരിയൽസ് ആണ് കർപ്പൂരവും ഡ്രൈ ഐസും. ഇനി അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇതും സ്വേദനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടും ബാഷ്പമാക്കൽ തന്നെയാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ സ്വേദനത്തിനകത്ത് തിളനിലയിൽ വലിയ വ്യത്യാസമുള്ള കമ്പോണൻസിനെയായിരുന്നു വേർതിരിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താണ്? തിളനിലയിൽ ചെറിയ വ്യത്യാസമുള്ള ഒന്നോ അതിലധികമോ ഘടകങ്ങൾ അടങ്ങിയ മിശ്രിതത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണെന്ത്? അംശിക സ്വേദനം. അതായത് പെട്ടെന്ന് വായുവായി മാറാൻ ചാൻസ് ഉള്ള ഘടകങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് അവയെ തിളപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബാഷ്പമാക്കി മാറ്റിയിട്ട് വായുവാക്കി മാറ്റിയിട്ട് നമ്മൾ വേർതിരിക്കുന്ന മെത്തേഡിനെയാണ് എന്ന് പറയുന്നത് അംശിക സ്വേദനം എന്ന് പറയുന്നത്. തിളനിലയിൽ നേരിയ വ്യത്യാസമുള്ള ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ ഒക്കെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നറിയപ്പെടുന്ന അംശിക സ്വേദനമാണ്. ഇനി അടുത്തൊരു മെത്തേഡാണ് ക്രൊമറ്റോഗ്രഫി. ക്രൊമറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണെന്ത്? ക്രൊമറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ദ്രാവകത്തിൽ ലയിച്ച മിശ്രിതത്തിലെ ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു? ക്രൊമറ്റോഗ്രാമിൽ എന്ത് ചെയ്യുന്നു? ചലന വേഗതയുടെ അടിസ്ഥാനത്തിൽ, അതായത് ചെറിയ മോളിക്യൂൾസ് ആണെങ്കിൽ സ്പീഡിൽ ചില മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പീഡിൽ മൂവ് ചെയ്യുന്നു. ചിലത് എന്തായിരിക്കും? വെരി സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ആ ഒരു ചലന വേഗതയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ക്രൊമറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരുന്നു? അംശിക സ്വേദനമാണ് എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ
താഴെ പറയുന്നവയിൽ കോപ്പറേറ്റീവ് ലേണിങ്ങിന് ഉദാഹരണമല്ലാത്തത്. അതായത് നമ്മൾ കുറേ ലേണിംഗ് ടെക്നിക്ക് ഉണ്ടല്ലേ, ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് ഉണ്ട്, കോപ്പറേറ്റീവ് ലേണിംഗ് ഉണ്ട്, പല രീതിക്കുള്ള ലേണിംഗ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് 4 ഓപ്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? വ്യക്തിഗത പഠനം അഥവാ ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് ഒരു കോപ്പറേറ്റീവ് ലേണിങ്ങിന് എക്സാമ്പിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ജിഗ്സോ പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? പസിലുകൾ പോലെ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിനെ മൊത്തം കുറേ ഗ്രൂപ്പുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? ജിഗ്സോ പഠനം എന്ന് പറഞ്ഞാൽ. ദെൻ പ്രോഗ്രാംഡ് പഠനമുണ്ട്. എന്താണ് പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ? ഓരോ പ്രോഗ്രാംസ് ഉണ്ടാകും, അതിനകത്തുനിന്ന് ശരിയത് തെറ്റിയത് നോക്കിയിട്ട് കറക്റ്റ് ആൻസറിലോട്ട് എത്തുന്ന മെത്തേഡാണ്. ദെൻ സ്വയം പഠനമുണ്ട്, സെൽഫ് ലേണിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഏതാണ്? ജിഗ്സോ പഠനം. എന്താണ്? കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഒരു വ്യക്തിഗത പഠനമല്ല. ഇതെന്താണ്? കോപ്പറേറ്റീവ് ലേണിങ്ങിന് ഒരു എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം. അതായത് നമ്മുടെ ബ്രെയിനിന് കുറേ പാർട്ടുകളുണ്ട്. ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല്ല ഒബ്ലോങ്ങേറ്റ, പോൺസ് വരോളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ആന്തര സമസ്ഥിതി പാലനത്തിന് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ള ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷൻ സെറിബ്രം ഉണ്ട്, ദെൻ സെറിബെല്ലം ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, തലാമസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് നമുക്ക് പഠിച്ചാലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുക. അപ്പോൾ ആരാണ് ആന്തര സമസ്ഥിതി പാലനം അഥവാ ഹോമിയോസ്റ്റാസിസ്, ഇന്റേണൽ ഹോമിയോസ്റ്റാസിസ് കീപ്പ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഡൺ ബൈ ദ ഹൈപ്പോതലാമസ്. അപ്പോൾ എന്തായിരിക്കും ബാക്കിയുള്ള ഓപ്ഷൻസിൻ്റെയൊക്കെ ഫങ്ഷൻ? സെറിബ്രം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം വരുന്ന എന്താണ് ഇത്? സെറിബ്രം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് അതിലുള്ള ചുളിവുകളും മടങ്ങുകളൊക്കെ എന്താണ്? ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം, സംസാരം, ജ്ഞാനേന്ദ്രിയ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഐച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം, ഇതൊക്കെ കൺട്രോൾ ചെയ്യണതാണ് ആരുടെ പണി? സെറിബ്രത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ സെറിബെല്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തന്നെ ഉണ്ട് ബെല്ലം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ശരീരത്തിൻ്റെ തുലനാവസ്ഥ അഥവാ ബാലൻസ് നിയന്ത്രിക്കുന്ന ആളാണ് ആര്? സെറിബെല്ലത്തിന് എന്തെങ്കിലും അടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡി എന്ത് ചെയ്യാൻ പറ്റില്ല, നേരെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ബോഡി ബാലൻസ് കീപ്പ് ചെയ്യുന്ന ആളാണ് സെറിബെല്ലം. ദെൻ അതുപോലെ തന്നെ ഏറ്റവും വലിയ പാർട്ടാണ് സെറിബ്രം എങ്കിൽ സെറിബെല്ലം എന്താണ്? ഇറ്റ് ഈസ് ദ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് എന്ത്? സെറിബെല്ലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈപ്പോതലാമസ്, നമ്മൾ ആൻസർ ആയിട്ട് വന്നിട്ടുള്ള ഹൈപ്പോതലാമസ് എന്താണ്? ആന്തര സമസ്ഥിതി പാലനം അഥവാ ഹോമിയോസ്റ്റാസിസ് നിയന്ത്രിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ആന്തര സമസ്ഥിതി പാലനം എന്ന് പറഞ്ഞാൽ? ശരീരോഷ്മാവ്, ശരീരത്തിലെ ജലത്തിൻ്റെ അളവ്, വിശപ്പ്, ദാഹം, ഇതൊക്കെ നിയന്ത്രിക്കൽ ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് കുറേ ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഹോർമോണുകളാണ് ഈ ബാക്കിയുള്ള ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ആന്തര സമസ്ഥിതി പാലനം നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ നമുക്കൊരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു അല്ലേ? ഹൈപ്പോതലാമസ് പറയുമ്പോൾ തലാമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്താണ്? സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണം. അതായത് ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം, അതായത് ബ്രെയിൻക്ക് അങ്ങോട്ടും ബ്രെയിനിക്ക് ഇങ്ങോട്ടുള്ള സെറിബ്രത്തിലോട്ട് കൊടുക്കുന്നു, സെറിബ്രത്തിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇതിനെ രണ്ടിനെയും കൂടെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ആളാണ് ആര്? തലാമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദന സംഹാരികൾ ബാധിക്കുന്ന ഭാഗം എന്താണ്? ഈ നമ്മുടെ തലാമസിനെയാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരുന്നു? ഹൈപ്പോതലാമസ് ആണ് ആന്തര സമസ്ഥിതി പാലനം കീപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പദാർത്ഥം വാതകാവസ്ഥയിൽ നിന്നും ഖരാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ. ഓൾറെഡി നമ്മൾ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ വേറൊരു ക്വസ്റ്റ്യന്. അപ്പം നോക്കിയേ, അവിടുന്ന് തന്നെ നമുക്കൊരു ആൻസറിലോട്ട് എത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. പ്രോസസ് ബൈ വിച്ച് എ സബ്സ്റ്റൻസ് ഇൻ ഇറ്റ്സ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സോളിഡ് സ്റ്റേറ്റ് ഈസ് നോൺ ആസ്. ഇവിടെ എന്താണ്? വാതകാവസ്ഥയിൽ നിന്നും ഖരാവസ്ഥയിലോട്ടാണ്. ഖരാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലോട്ടാണെങ്കിൽ നമ്മളൊരു പേര് പറഞ്ഞായിരുന്നു, ഉൽപ്പതനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നോക്കിയേ, ഒരു പദാർത്ഥം വാതകാവസ്ഥയിൽ നിന്നും ഖരാവസ്ഥയിലോട്ട് മാറുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ ഉണ്ട്, ദ്രവീകരണം അഥവാ ലിക്വിഫാക്ഷൻ ഉണ്ട്, ഉൽപ്പതനം അഥവാ സബ്ലിമേഷൻ ഉണ്ട്, നിക്ഷേപിക്കൽ അഥവാ ഡിപ്പോസിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഏതാണ്? നിക്ഷേപിക്കൽ അഥവാ ഡിപ്പോസിഷനെയാണെന്ന് പറയുന്നത് വാതകാവസ്ഥയിൽ നിന്നും ഖരാവസ്ഥയിലോട്ട് മാറുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും തെറ്റിയിട്ടുണ്ടാവും, അത് ഉൽപ്പതനാണ് എന്നുള്ള ചെറിയൊരു ചിന്ത വരും. എന്താണ്? കാരണം ഓപ്ഷനകത്ത് അതും കൂടെ വരുമ്പോൾ എല്ലാവരും തെറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ്? ബാഷ്പീകരണം. എന്താണ്? ബാഷ്പമായിട്ട് മാറുക അല്ലേ? ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ബാഷ്പീകരണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ്രവീകരണം എന്തായിരിക്കും? ദ്രാവകമായിട്ട് മാറുക. ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ദ്രവീകരണം എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ഉൽപ്പതനം എന്താണ്? വസ്തുക്കൾ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലോട്ട് പോകാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പോകുന്നതിനാണ് ഉൽപ്പതനം എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നേരിട്ട് വാതകാവസ്ഥയിൽ നിന്നും ഖരാവസ്ഥയിലോട്ട് പോകുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. വസ്തുക്കൾ വാതകാവസ്ഥയിൽ നിന്നും ഖരാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? നിക്ഷേപിക്കൽ അഥവാ ഡിപ്പോസിഷൻ. അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്താണ്? നിക്ഷേപിക്കൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ സയന്റിഫിക് ഇൻക്വയറിയെ സംബന്ധിച്ച് ശരിയായത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ട്രൂ അബൌട്ട് സയന്റിഫിക് ഇൻക്വയറി. ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പഠിതാക്കൾ ശാസ്ത്ര സംബന്ധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിൽ മുഴുകുന്നു. കുട്ടി സ്വയം എന്ത് ചെയ്യുന്നു? ഓരോ പ്രോബ്ലം കിട്ടുന്നു, ആ പ്രോബ്ലത്തിനുള്ള ആൻസറിലോട്ട് കുട്ടി തന്നെ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്നു. പഠിതാക്കൾക്ക് അധ്യാപകർ നയിക്കുന്ന അന്വേഷണങ്ങളിൽ പങ്കെടുക്കുന്നു. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ടീച്ചേഴ്സ് ചെയ്യുന്ന ഓരോ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളുണ്ട്, അതിൽ പാർട്ടിസിപ്പൻ്റ് ആവുന്നു. അതായത് ലേണേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ബൈ ദ ടീച്ചർ. ടീച്ചർ ലീഡ് ചെയ്യുന്നതിലാണ് കുട്ടികൾ പങ്കെടുക്കുന്നതെന്ന് പറയുന്നു. ദെൻ ഓപ്ഷൻ സി എന്താണ്? പഠിതാക്കൾ പാഠപുസ്തകത്തെ ആസ്പദമാക്കിയുള്ള പഠനത്തിൽ മുഴുകുന്നു. അതായത് ലേണേഴ്സ് എൻഗേജ് ഇൻ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ലേണിംഗ്. ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കിയിട്ട് കുട്ടി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത എന്താണ്? കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് അധ്യാപകൻ വിശദീകരണം നൽകുന്നു. ലെക്ചർ മെത്തേഡിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയാറില്ലേ? എന്താണ്? കുട്ടിക്ക് ചോദ്യങ്ങളേ ഉള്ളൂ, ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കാതെ ഒരു പാസീവ് ലേണറായിട്ടിരിക്കുന്ന മെത്തേഡ് അല്ലേ? അപ്പം നമുക്ക് നോക്കാം എന്താണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. എന്താണ്? ഓപ്ഷൻ എ ആണ്. പഠിതാക്കൾ ശാസ്ത്ര സംബന്ധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിൽ മുഴുകുന്നു. സയന്റിഫിക് ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടി സ്വയം തന്നെ എന്താ ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തുന്ന രീതിയാണ്. അപ്പം അതിലെന്താണ് ചെയ്യേണ്ടത്? പഠിതാക്കൾ ശാസ്ത്ര സംബന്ധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിൽ മുഴുകുന്നതാണെന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലേണേഴ്സ് എൻഗേജ് ടു സോൾവ് സയന്റിഫിക്കലി ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതെല്ലാവർക്കും തെറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മഴവില്ലിൻ്റെ പുറമേയുള്ള നിറമാണ് ഡാഷ്. എന്താണ്? ഇൻ റെയിൻബോ ദ ഔട്ടർ കളർ ഈസ്. എന്താണ്? നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, വിബ്ജിയോർ എന്നുള്ളൊരു കോഡ് പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു കോഡാണ് നമ്മളെ ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളത്. നോക്കിയേ, ചുവപ്പ്, നീല, വയലറ്റ്, മഞ്ഞ, ഇതാണ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആൻസർ നോക്കാം. ഏതാണ്? ചുവപ്പാണ്. അപ്പം നമ്മൾക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചുവപ്പ് വന്നത് നോക്കാം. ഏറ്റവും ഔട്ടർ പുറമേ ഉള്ള നിറമാണ് ചുവപ്പ് എന്നാണ് പറയുന്നത്. മഴവില്ലിന് എന്തുണ്ട്? മഴവില്ലിന് കാരണം പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ മൂലമാണ് മഴവില്ല് ഉണ്ടാകുന്നത്. മഴവില്ലിലെ നിറങ്ങളാണ് വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഏറ്റവും ഉള്ളിൽ കാണുന്നതാണ് വയലറ്റ്, ഏറ്റവും ഔട്ടർ കാണുന്നതാണ് ഏറ്റവും പുറത്ത് എഴുതിയിട്ടുള്ളത് റെഡ് എന്ന് ഓർത്താൽ നിങ്ങൾക്കിത് മാറിപ്പോവില്ല. ഇനി മഴവില്ലിൽ തരംഗദൈർഘ്യം കൂടുതലും വിസരണം കുറഞ്ഞതുമായ നിറമാണ് ചുവപ്പ്. തരംഗദൈർഘ്യം കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കാറ്ററിങ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് റെഡ് വരുന്ന. തരംഗദൈർഘ്യം കൂടുതലായ നിറമാണ് ചുവപ്പ്. മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണുന്ന നിറമാണ് എന്ത്? ചുവപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും മുകളിൽ എന്ന് പറയുമ്പം ഏറ്റവും ഔട്ടർ കാണുന്ന, മഴവില്ല് റാ ഷേപ്പിടല്ലേ ഉണ്ടാവാറുള്ളത്. മധ്യത്തിൽ കാണുന്ന നിറമാണ് പച്ച. മഴവില്ലിൽ ഏറ്റവും താഴെയായി കാണുന്ന നിറമായിരിക്കും എന്ത്? വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ചുവപ്പ് വരുന്ന ആംഗിളാണ് 42.7 ഡിഗ്രി ആണ്. അതുപോലെ വയലറ്റ് വരുന്ന ആംഗിളാണ് 40.8 ഡിഗ്രി. അപ്പോൾ ആൻസർ എന്തുകൊണ്ടാണ് റെഡ് വന്നത്? തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളതാണ്, അതുകൊണ്ട് ഏറ്റവും മുകളിലായിരിക്കും അത് കാണുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന രക്തക്കുഴലുകളെ വിശകലനം ചെയ്ത് ഓക്സിജൻ കലർന്ന രക്തം അഥവാ പ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഒഴുകുന്ന രക്തക്കുഴലുകളെ തിരഞ്ഞെടുക്കുക. അനലൈസ് ദ ഫോളോവിങ് ആൻഡ് ചൂസ് ഔട്ട് ദ ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മഹാധമനി അഥവാ അയോട്ട ഉണ്ട്, ശ്വാസകോശ ധമനി അഥവാ പൾമണറി ആർട്ടറി ഉണ്ട്, മഹാസിര അഥവാ വീനേക്കാവ ഉണ്ട്, ദെൻ ശ്വാസകോശ സിരയുണ്ട്, പൾമണറി വെയിൻ. ഇതാണ് 4 ഓപ്ഷൻസ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതൊക്കെയാണ് ഓപ്ഷൻസ് എന്നുള്ളത് ഇങ്ങനെയാണ് വരുന്നത്. എയും സിയുമാണോ? ഓപ്ഷൻ ബി ബിയും ഡിയുമാണോ? ഓപ്ഷൻ സി ബിയും സിയുമാണോ? ഓപ്ഷൻ ഡി എയും ഡിയുമാണോ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? എയും ഡിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ആൻസർ വന്നത് എന്നുള്ളത്. മഹാധമനി എന്ന് പറഞ്ഞാൽ എന്താണ്? ധമനികളാണ് അല്ലേ? ധമനികൾ എന്താണ് ശരിക്കും ചെയ്യുന്നത്? ശുദ്ധരക്തം, ഓക്സിജനേറ്റഡ് രക്തം എന്ത് ചെയ്യുന്നു? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുക. അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ശ്വാസകോശ ധമനി എന്താണ്? ഇംപ്യൂർ ബ്ലഡിനെയാണ് എന്ത് ചെയ്യുന്നത്? ക്യാരി ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണം. മഹാധമനി ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് മഹാധമനി.
അങ്ങനെയാണെങ്കിൽ ശ്വാസകോശ ധമനി അഥവാ പൾമണറി ആർട്ടറി ഉണ്ട്. എന്താണ്, ധമനി ആയതുകൊണ്ട് ശുദ്ധരക്താണെന്ന് വിചാരിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ളവർ എൻ ബി എന്ന് ആൻസർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്, ഹൃദയത്തിൽ നിന്നും അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നു. അശുദ്ധ രക്തം ലങ്സിലോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ആര്, ശ്വാസകോശ ധമനി അഥവാ പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്. എന്നാൽ മഹാസിര അഥവാ വിനേക്കാവ് ഉണ്ട്. എന്താണ്, അയോട്ട അഥവാ മഹാധമനിയുടെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് മഹാസിര ചെയ്യുന്നത്. എന്താണ്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തം, ഇവിടെ സിര എന്നുണ്ട്, അതുകൊണ്ടാണ് അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കലാണ് ആരുടെ പണി, മഹാസിരയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ശ്വാസകോശ സിര എന്തായിരുന്നു, സിര എന്നുണ്ടെങ്കിലും ഇതൊരു എക്സെപ്ഷൻ കേസാണ്. എന്താണ്, ശ്വാസകോശത്തിൽ നിന്നും ശുദ്ധരക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് ആര്, ശ്വാസകോശ സിര എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്, എ ആൻഡ് ഡി ആണ് ഓപ്ഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഞ്ഞൾ പൊടിക്ക് ക്ഷാരമാധ്യമത്തിലുള്ള നിറമാണ്. ക്ഷാരമാധ്യമം എന്ന് പറഞ്ഞാൽ എന്താണ്, ദ കളർ ഓഫ് ടെർമറിക് പൗഡർ ഇൻ ആൽക്കലി മീഡിയം. ആൽക്കലി മീഡിയത്തിൽ മഞ്ഞൾ പൊടിയുടെ നിറം എന്താണെന്നുള്ളത്. ഇത് നോർമലി ഉള്ള കളറുകൾ നമുക്കറിയാം. ആസിഡിൽ എന്ത് കളറായിരിക്കും, ആൽക്കലിയിൽ എന്ത് കളറായിരിക്കും എന്നുള്ളത് അറിയാം. അപ്പോൾ ആസിഡുകളും ആൽക്കലികളും എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്, കറുപ്പ്, ഓപ്ഷൻ ബി പിങ്ക്, ഓപ്ഷൻ സി ചുവപ്പ്, ഓപ്ഷൻ ഡി മഞ്ഞ. അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. എന്താണ്, മഞ്ഞൾ പൊടിക്ക് ക്ഷാരമാധ്യമത്തിലുള്ള അതായത് ആൽക്കലൈൻ മീഡിയത്തിലുള്ള നിറം എന്ന് പറഞ്ഞാൽ എന്താണ്, ചുവപ്പ് കളറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ നമുക്ക് നോക്കാം. വസ്തു, ആസിഡിലെ നിറം, ആൽക്കലിയിലെ നിറം. നീല ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ആസിഡിലാണെങ്കിൽ അതെന്തായിരിക്കും, ചുവപ്പ് കളറായിരിക്കും. എന്നാൽ ആൽക്കലിയിൽ അതെന്തായിരിക്കും, നീല കളർ തന്നെയായിരിക്കും. മുളക് പൊടി രണ്ടിടത്തും എന്തായിരിക്കും, ഇളം ചുവപ്പനായിരിക്കും. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, ലിറ്റ്മസ് പേപ്പർ ചുവപ്പാണെങ്കിൽ എന്തായിരിക്കും, ആസിഡിൽ ചുവപ്പനായിരിക്കും. ആൽക്കലിയിൽ എത്തുമ്പോൾ അതെന്തായിട്ട് മാറും, നീല കളറായിട്ട് മാറുന്നു. ചെമ്പരത്തി പേപ്പർ എന്തായിരിക്കും, ചെമ്പരത്തി പേപ്പറിൽ വരച്ചാൽ നീലയായിരിക്കും, ആസിഡിനകത്ത് ചുവപ്പായിരിക്കും. ഈ ചുവപ്പാണ് നിങ്ങൾ അവിടെ കൺഫ്യൂസ് ചെയ്യിക്കൽ കേട്ടോ, ചുവപ്പ് കളറാണ്. അതുപോലെ ആൽക്കലിയിൽ എന്തായിരിക്കും, നീല നിറമായിരിക്കും. ഫിനോഫ്തലിൻ ഉണ്ട്. ഫിനോഫ്തലിൻ എന്താണ്, ആസിഡിലാണെങ്കിൽ നിറം ഉണ്ടാവില്ല, ആൽക്കലിയിലാണെങ്കിൽ പിങ്ക് കളറായിരിക്കും. വെള്ള പേപ്പർ ആസിഡിനകത്താണെങ്കിൽ വെള്ളയായിരിക്കും, അതുപോലെ തന്നെ ആൽക്കലിക്കകത്തും എന്തായിരിക്കും, വെള്ളയായിരിക്കും. കരിപ്പൊടി എന്തായിരിക്കും, ആസിഡിലും ആൽക്കലിയിലും എന്തായിരിക്കും, കറുപ്പ് കളറായിരിക്കും. മിഥൈൽ ഓറഞ്ച് ഉണ്ട്, ആസിഡിലാണെങ്കിൽ ഇളം പിങ്ക് ആയിരിക്കും, ആൽക്കലിയിലാണെങ്കിൽ എന്തായിരിക്കും, ഇളം മഞ്ഞ നിറമായിരിക്കും. തുള്ളി നീലം ലിക്വിഡ് ബ്ലൂ ഉണ്ട്, അതെന്തായിരിക്കും, രണ്ടിടത്തും ബ്ലൂ കളർ തന്നെയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മഞ്ഞളുടെ കളർ എന്താണ്, ആസിഡിലാണെങ്കിൽ മഞ്ഞ കളറായിരിക്കും, ആൽക്കലിയിലാണെങ്കിൽ എന്തായിരിക്കും, ചുവപ്പായിരിക്കും. നോക്കിയാൽ ഇവിടെ എല്ലാവർക്കും ചുവപ്പ് വരുന്നുണ്ട്. നീല ലിറ്റ്മസ് പേപ്പർ, ചുവന്ന ലിറ്റ്മസ് പേപ്പർ, ചെമ്പരത്തി പേപ്പർ, ഇതൊക്കെ എന്താണ്, ആസിഡിൽ ചുവപ്പാണ്. എന്നാൽ നമ്മുടെ മഞ്ഞൾ എന്താണ്, ചുവപ്പ് കളർ എവിടെയാണ് കൊടുക്കുന്നത്, ആൽക്കലിയിലാണ് ചുവപ്പ് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ടേബിൾസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ എല്ലായിടത്തും ഒരുപോലെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ടാവും. അപ്പം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കണം കേട്ടോ. നമ്മൾ മഞ്ഞളായ ഡ്രസ്സിൽ നമ്മൾ സോപ്പ് തേക്കുന്ന സമയത്ത് ചുവപ്പ് കളറല്ലേ ആവുക. ഇറ്റ്സ് ദ ബേസിക് തിങ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. ഇനി നട്ടൽ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നട്ടലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗം ഏത് തരം സന്ധിക്ക് ഉദാഹരണമാണ്? അപ്പം വിവിധ തരം സന്ധികൾ, ചലനം എന്ന് പറഞ്ഞുള്ള ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. എന്താണ്, ദ ഫസ്റ്റ് വേർട്ടിബ്ര ജോയിൻസ് ദ സ്കൾ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്, തെന്നി നീങ്ങുന്ന സന്ധി അഥവാ ഗ്ലൈഡിംഗ് ജോയിന്റ് ആണോ, ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണോ, വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ് ആണോ, കീലസന്ധി അഥവാ പിവോട്ട് ജോയിന്റ് ആണോ? ഇതിലേതാണ് തലയോടും നമ്മുടെ നട്ടലിൻ്റെ ആദ്യ കശേരുവും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലത്തുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ ഡി കീലസന്ധി അഥവാ പൈവോട്ട് ജോയിന്റ് ആണ് എന്ത് ചെയ്യുന്നത്, തലയോടും വെർട്ടിബ്രയുടെ ആദ്യ കശേരുവും കൂടി ജോയിൻ ചെയ്യുന്നിടത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് സന്ധികളെ കുറിച്ചുള്ള ഒരു ഭാഗം നോക്കാം. എന്താണ് കീലസന്ധി എന്ന് പറഞ്ഞാൽ? എന്താണ്, നാനാവശത്തേക്ക് തിരിക്കാൻ കഴിയുന്ന കീലസന്ധിയാണ് പൈവോട്ട് ജോയിന്റ്. നാനാവശത്തേക്കും തിരിക്കാൻ കഴിയുന്നത്, നമ്മളെ തലയോട് എല്ലായിടത്തും തിരിക്കാൻ പറ്റുന്നില്ലേ? അതായത് നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലമാണെന്ത്, കീലസന്ധി. ഇനി അടുത്താണ് വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്, വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യം. നമ്മളെ കൈ ഇങ്ങനെ മടക്കാൻ പറ്റുന്നില്ലേ, അതുപോലെ കാല് മടക്കാൻ പറ്റുന്നുണ്ട്. അതന്നെയാണ് കാൽമുട്ടും കൈമുട്ടും ഒരേ ഡയറക്ഷനിൽ മാത്രം ചലിക്കുന്നതാണ് എന്ത്, വിജാഗിരി സന്ധി. ഇനി ഗോളര സന്ധികളുണ്ട്. എന്താണ് ഗോളര സന്ധി എന്ന് പറഞ്ഞാൽ? എന്താണ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഗോളാകൃതിയിലുള്ള ഒരു അഗ്രഭാഗം ഉണ്ടാവും, കപ്പ് പോലുള്ള കുഴിയിൽ ഉറപ്പിച്ചിരിക്കും. അതിനുള്ളൊരു എക്സാമ്പിൾ ആണെന്ത്, തോൾ വലയം ഭുജാസ്ഥിയുമായി ചേരുന്നത്, നമ്മളെ കൈ ഇവിടെ ചേരുന്നത്, അതുപോലെ കാലെന്ത് ചെയ്യുന്നത്, ഹിപ്പ് റീജിയനായിട്ട് ചേരുന്നതൊക്കെ എന്താണ്, ഗോളര സന്ധിക്ക് എക്സാമ്പിളാണ്. അടുത്താണ് തെന്നി നീങ്ങുന്ന സന്ധി അഥവാ ഗ്ലൈഡിംഗ് ജോയിന്റ്. എന്താണ്, അസ്ഥിയുടെ അഗ്രങ്ങൾ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധി.
നമ്മുടെ കൈക്കുഴകൾ, കാൽക്കുഴകളൊക്കെ ഏതിന് എക്സാമ്പിളാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ്. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നട്ടലിൻ്റെ ആദ്യ കശേരു തലയോടുമായി ചേരുന്നത് ഏതായിരുന്നു എന്നായിരുന്നു. ഇതാണ് കീലസന്ധി അഥവാ പിവോട്ട് ജോയിൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിഥിയം അയൺ സെൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതിന് ഉദാഹരണമാണ്? നമ്മൾ സെല്ലുകളെ കുറിച്ചിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട് നമുക്ക് സ്കൂൾ ടെക്സ്റ്റിൽ പഠിക്കാൻ. ലിഥിയം അയൺ സെൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? ഡ്രൈ സെല്ലാണോ? ഓപ്ഷൻ ബി ഇന്ധന സെൽ അഥവാ ഫ്യൂവൽ സെല്ലാണോ? ഓപ്ഷൻ സി സെക്കൻഡറി സെല്ലാണോ? ഓപ്ഷൻ ഡി പ്രൈമറി സെല്ലാണ്. ഇതിൽ ഏതിനകത്താണ് ലിഥിയം അയൺ സെല്ല് വരുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? സെക്കൻഡറി സെല്ലിനകത്താണ് എന്ത് വരുന്നത്? ലിഥിയം അയൺ സെല്ല് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ സെല്ലുകൾ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാക്കാനുള്ള കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് സംവിധാനത്തിനെയാണെന്ന് പറയുന്നത് വൈദ്യുത രാസ സെല്ലുകൾ എന്ന് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഇതിനെ തന്നെ മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി സെല്ലുകളുണ്ട്, സെക്കൻഡറി സെല്ലുകളുണ്ട്. എന്താണ് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്? പ്രൈമറി സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ടോർച്ചിനകത്തൊക്കെ ഉപയോഗിക്കൂലേ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു, അത് റീചാർജ് ചെയ്യാനോ റീയൂസ് ചെയ്യാനോ പറ്റില്ല. എന്നാൽ സെക്കൻഡറി സെല്ലിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എമർജൻസി ഫോണൊക്കെ അല്ലേ നമ്മൾ റീചാർജ് ചെയ്യും, ബാറ്ററി എന്ത് ചെയ്യുന്നു? റീചാർജ് ചെയ്യും, വീണ്ടും റീയൂസ് ചെയ്യുന്ന ടൈപ്പ്. റീചാർജ് ചെയ്യാനും പുനരുപയോഗിക്കാനും പറ്റുന്നവയാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി സെല്ലിന് എക്സാമ്പിൾസ് ആണ് ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും. ഡ്രൈ സെല്ല് കാണുന്ന എവിടെയാണ്? റേഡിയോ, ക്ലോക്ക്, ടോയ്സിനകത്തൊക്കെ ഉള്ള കുഞ്ഞു ബാറ്ററിയാണ്. ദെൻ മെർക്കുറി സെല്ല് വരുന്ന എവിടെയാണ്? വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. ഇതെല്ലാം എന്താണ്? പ്രൈമറി സെല്ലാണ്, റീയൂസ് ചെയ്യാനും റീചാർജ് ചെയ്യാനും പറ്റില്ല. എന്നാൽ സെക്കൻഡറി സെല്ലിന് എക്സാമ്പിളാണ് നിക്കൽ കാഡ്മിയം സെല്ല്. എന്താണ്? റീചാർജ് ചെയ്യുന്ന ടോർച്ചിനകത്ത് ഉണ്ടാവുന്നതും റീചാർജ് ചെയ്യുന്ന ക്യാമറയ്ക്കകത്തൊക്കെ ഉണ്ടാവുന്നതാണ് നിക്കൽ കാഡ്മിയം സെല്ലാണ്. ലിഥിയം അയൺ സെൽ എന്താണ്? മൊബൈൽ ഫോണിനകത്തും ലാപ്ടോപ്പിനകത്തൊക്കെ ഉള്ളതാണ് ലിഥിയം അയൺ സെല്ലുകളാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലിഥിയം അയൺ സെൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? സെക്കൻഡറി സെല്ലാണ്. മറ്റേ രണ്ട് ഓപ്ഷൻ ഡ്രൈ സെല്ലൊക്കെ ഏതിന് എക്സാമ്പിളാണ്? പ്രൈമറി സെല്ലിന് എക്സാമ്പിളായിരുന്നു. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ സെക്കൻഡറി സെല്ലിലാണ് ലിഥിയം അയൺ സെല്ല് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ആ സെല്ലിൻ്റെ ഭാഗം ഏകദേശം നന്നായിട്ട് ക്ലിയർ ആവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ ഒരു ടീച്ചർ ഏത് ആംഗിളിൽ നിൽക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം? വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആംഗിൾ എ ടീച്ചർ മസ്റ്റ് സ്റ്റാൻഡ് വൈൽ റൈറ്റിംഗ് ഓൺ എ ബ്ലാക്ക് ബോർഡ്? ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ ഇങ്ങനെ നിന്ന് എഴുതണോ, ഇങ്ങനെ നിന്ന് എഴുതണോ, ഇങ്ങനെ നിന്ന് എഴുതണോ? ഏതൊക്കെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് 80 ഡിഗ്രി നിൽക്കണോ, 90 ഡിഗ്രി നിൽക്കണോ, 45 ഡിഗ്രി നിൽക്കണോ, 45 ഡിഗ്രിയിൽ താഴെ നിൽക്കണോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? 45 ഡിഗ്രി അല്ലേ? ഇതേ ഒരു പോസ്റ്ററിൽ നിൽക്കണം. എന്താണ്? പെട്ടെന്ന് നമുക്ക് കുട്ടികളെ കാണാൻ വേണം, ബോർഡിലോട്ട് നമുക്ക് ഫുൾ അറ്റൻഷൻ കിട്ടുകയും വേണം. അപ്പോൾ ആ ഒരു ആംഗിളിൽ നിന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ബ്ലാക്ക് ബോർഡിൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞ് നിൽക്കരുത്. കുട്ടികൾ എന്ത് ചെയ്യും? ക്ലാസ് ഡിസ്റ്റർബൻസ് ആക്കാൻ നോക്കും. 90 ഡിഗ്രിയിൽ നിന്നാൽ നമുക്ക് ബോർഡ് എഴുതുമ്പോൾ നമുക്ക് കറക്റ്റ് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് 45 ഡിഗ്രി ആംഗിളിൽ വേണം നമ്മൾ നിന്നിട്ട് ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? കെമിസ്ട്രി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻറ്റിമണി എന്ന മൂലകത്തിൻ്റെ IUPAC നാമമാണ്. നോർമലി IUPAC നാമം കെമിക്കൽസിനൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ മൂലകങ്ങളുടെ 100 അറ്റോമിക് നമ്പർ കഴിഞ്ഞാൽ പിന്നെ നാമകരണം ചെയ്യുന്നതാണ്. അത് കണ്ടുപിടിച്ച സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ആളുടെയോ ഒക്കെ പേര് വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്? നമ്മൾ പേരുകൾ കൊടുക്കുന്നത്. അപ്പം നോക്കിയാൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാനത്തിൻ്റെതാണോ ആൻറ്റിമണി എന്ന് പറയുന്നത്? സ്കാൻഡിയത്തിൻ്റെ പേരാണോ ആൻറ്റിമണി എന്ന് പറഞ്ഞാൽ? സ്റ്റിബിയത്തിൻ്റെ പേരാണോ ആൻറ്റിമണി എന്നുള്ളത്? സ്ട്രോൺഷ്യമാണോ ആൻറ്റിമണി എന്നുള്ളത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. എന്താണ്? ആൻറ്റിമണി എന്ന മൂലകത്തിൻ്റെ IUPAC നെയിമാണെന്ത്? സ്റ്റിബിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 മൂലകങ്ങളും അവരുടെ സിമ്പലും നമുക്കൊന്ന് നോക്കാം. സ്റ്റാനത്തിന് പറയുന്ന പേരാണെന്ത്? ടിൻ എന്ന് പറയുന്ന മൂലകത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന IUPAC നെയിമാണെന്ത്? സ്റ്റാനം. ടിന്നിൻ്റെ സിമ്പൽ എന്താണ്? SN എന്നത്. ടിൻ അല്ല കേട്ടോ, SN എന്നാണ് എന്ത് ചെയ്യുന്നത്? ടിന്നിനെ നമ്മൾ സിമ്പലായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലാതെ TN അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ സ്കാൻഡിയത്തിന് എന്താണ്? SC തന്നെയാണ് നമ്മൾ സിമ്പലായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റിബിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിമണി എന്ന മൂലകത്തിൻ്റെ പേരാണെന്ത്? സ്റ്റിബിയം. അതുകൊണ്ട് ആൻറ്റിമണിയുടെ സിമ്പൽ യൂസ് ചെയ്യലേതാണ്? SB എന്നാണ്. സ്ട്രോൺഷ്യത്തിന് എന്താണ്? SR തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി അടുത്തൊരു കേട്ടറ്റ് എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 100 and above, ഇത് 51 54 ഒക്കെയാണ് ഈ എലമെൻറ്റ്സ് വരുന്നത്. 50 and above 100 and above വരുന്ന എലമെൻറ്റ്സിൻ്റെ പേരുകളും കൂടെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ പോകണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫലം എന്നുള്ള ദ്രവഫലങ്ങൾ എന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മഴത്തുള്ളികൾ ഗോളാകാരമാകുന്നതിന് കാരണം റെയിൻ ഡ്രോപ്സ് ആർ സ്ഫെറിക്കൽ ഷേപ്പ് ഡ്യൂ ടു? എന്തുകൊണ്ടാണ് കാരണം?
ഓപ്ഷൻ എ ഘർഷണം അഥവാ ഫ്രിക്ഷൻ ആണോ? ഓപ്ഷൻ ബി പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ ആണോ? ഓപ്ഷൻ സി ശ്യാനത അഥവാ വിസ്കോസിറ്റി ആണോ? ഓപ്ഷൻ ഡി ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റേഷൻ ആണ്. എന്തുകൊണ്ടാണ് വെള്ളത്തുള്ളികൾക്ക് സ്ഫെറിക്കൽ ഷേപ്പ് വന്നത്? പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ കൊണ്ടാണ് മഴത്തുള്ളികൾക്ക് എന്ത് വന്നത്? സ്ഫെറിക്കൽ ഷേപ്പ് വന്നത്. അപ്പം നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. ഘർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രതലം വേറൊരു പ്രതലത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൻ്റെ ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായിട്ട് ഉണ്ടാകുന്ന അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് എന്ത് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നടക്കാനൊക്കെ പറ്റുന്നത് കേട്ടോ. ഇനി പ്രതലബലം സർഫസ് ടെൻഷൻ എന്താണ്? ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ ആകർഷണ ബലം, അതായത് ഒരേപോലെയുള്ള മോളിക്യൂൾസിന്റെ കോയ്സീവ് ഫോഴ്സ് ആണ് എന്ത്? സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം എന്ന് പറഞ്ഞാൽ മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതലബലം മൂലമാണ് മഴത്തുള്ളികൾ എന്ത് ചെയ്യുന്നത്? ഗോളാകൃതിയിലാവുന്നത്. അടുത്തൊരു ഓപ്ഷനാണ് ശ്യാനത. ഇതും എന്താണ്? ഒരു ദ്രവബലമാണ്. എന്താണ് ശ്യാനത? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലം തന്നെയാണെന്ത്? ശ്യാനത അഥവാ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഗുരുത്വാകർഷണം. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണെന്ത്? ഗുരുത്വാകർഷണ ബലം. അതുപോലെ തന്നെ എന്താണ്? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലോട്ട് വലിച്ച് ആകർഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭൂമിയുടെ ഭൂമി എന്താണ്? ഗോളാകൃതി ആണെങ്കിലും നമ്മൾ എല്ലാ ഭാഗത്തും നിൽക്കുമ്പോൾ നമ്മൾ നിവർന്നിട്ടല്ലേ നിൽക്കണം. അതിനുള്ള റീസൺ എന്താണ്? ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കാൻ കാരണമായ ബലം എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ബലമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആസിഡും ആൽക്കലിയും എന്നുള്ള ചാപ്റ്ററിനകത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ടർ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. ബട്ടർ മിൽക്ക് എന്ന് പറയുമ്പോൾ മിൽക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്തൊക്കെയാണ്? ദ ആസിഡ് പ്രസന്റ് ഇൻ ബട്ടർ മിൽക്ക് ഈസ് ഓപ്ഷൻ എ മാലിക് ആസിഡ്, ഓപ്ഷൻ ബി ലാക്ടിക് ആസിഡ്, ഓപ്ഷൻ സി അസറ്റിക് ആസിഡ്, ഓപ്ഷൻ ഡി ടാർട്ടാറിക് ആസിഡ്. ഇതാണ് 4 ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ബട്ടർ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്ടിക് ആസിഡ്. മിൽക്ക് എന്ന് കണ്ടാൽ അവിടെ എന്താണ്? ലാക്ടിക് ആസിഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്ന എവിടേക്കാന്ന് നോക്കാം. ഭക്ഷ്യവസ്തു അടങ്ങിയിരിക്കുന്ന ആസിഡ്, മോര് പാലുമായിട്ട് അസോസിയേറ്റ് ചെയ്തല്ലേ, അപ്പം എന്തായിരിക്കും? ലാക്ടിക് ആസിഡ് ആയിരിക്കും. ബട്ടർ മിൽക്ക് പാലുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്, എന്താണ്? ലാക്ടിക് ആസിഡ് ആയിരിക്കും. വിനാഗിരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസറ്റിക് ആസിഡ് കോമ്പൗണ്ട് ആണ്. പുളി എന്ന് പറഞ്ഞാൽ എന്താണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. ടാറിട്ട റോഡിൽ പുളി വീണെടുക്കുന്ന ഒരു ഇമേജ് വന്നാൽ മതി, എന്താണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. നാരങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ്? സിട്രിക് ആസിഡ് ആണ് നാരങ്ങയിലുള്ളത്. ദെൻ ആപ്പിളിൽ എന്താണ്? ആപ്പിളിന് കുറച്ച് റേറ്റ് കൂടിയതാണല്ലോ, അപ്പം മാലിക്ക് മുതലാളിമാർക്ക് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് കൺസിഡർ ചെയ്ത് വെച്ചാൽ മതി. ആപ്പിളിനകത്തുള്ള എന്താണ്? ലാക്ടിക് ആസിഡ് ആണ്. അപ്പം പാലായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ബട്ടർ മിൽക്കിനകത്ത് എന്താണ്? ലാക്ടിക് ആസിഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ലാക്ടിക് ആസിഡ് ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പ്രകാശത്തിന്റെ പാർട്ടിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രകാശത്തിന് ഏറ്റവും ഉയർന്ന പ്രവേഗമുള്ളത്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിലും അതിൻ്റെ ഇംഗ്ലീഷ് പാർട്ട് നോക്കിയേ. ഇവിടെ പ്രകാശം തന്നിട്ടുണ്ട്, ഇവിടെ സൗണ്ടും തന്നിട്ടുണ്ട്. എക്സാമിന് കൺസിഡർ ചെയ്തിട്ടുള്ളത് സൗണ്ട് ആയിരുന്നു കേട്ടോ. വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് മാക്സിമം ഇൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്തത് കേട്ടോ. ദെൻ വാതകങ്ങളിലാണ്, ഓപ്ഷൻ ബി ഖരങ്ങളിലാണ്, ഓപ്ഷൻ സി ദ്രാവകങ്ങളിലാണ്, ഓപ്ഷൻ ഡി ശൂന്യതയിലാണ്. അപ്പം നമ്മുടെ സൗണ്ടിൻ്റെ വെലോസിറ്റി മാക്സിമം എന്താണ്? ഖരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്നാൽ പ്രകാശത്തിൻ്റെ ആയിരുന്നു ചോദിച്ചതെങ്കിൽ എന്തായിരുന്നു ആൻസർ? ശൂന്യതയിൽ, വാക്വത്തിലാണ് ഏറ്റവും സ്പീഡിൽ ലൈറ്റിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ കോശാംഗങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കോശാംഗങ്ങൾ എന്നാണ് ശരിയായ ജോഡി ചെയ്ത് ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ. റൈബോസോം ഊർജ നിലയം. റൈബോസോം ഊർജ നിലയമാണോ? റൈബോസോം പവർ ഹൗസ് ഓഫ് എനർജി എന്ന് പറയുന്നു. എനർജി. ഓക്കെ. ദെൻ ഗോൾഗി കോംപ്ലക്സ് രാസാഗ്നികൾ, ഹോർമോണുകൾ തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചിയിലാക്കുന്നു. അതായത് ഗോൾഗി കോംപ്ലക്സ് കളക്ട് സെൽ സെക്രീഷൻസ് ലൈക്ക് എൻസൈം ആൻഡ് ഹോർമോൺ ഇൻ സ്മോൾ വെസിക്കിൾസ്. ഓപ്ഷൻ സി എന്താണ്? മൈറ്റോകോൺട്രിയോൺ മാംസ്യ നിർമ്മാണ കേന്ദ്രം അഥവാ പ്രോട്ടീൻ സിന്തസിസിന്റെ സെന്റർ ആണോ? ഓപ്ഷൻ ഡി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ ശേഖരിക്കുന്നു. അതായത് സ്റ്റോർ വാട്ടർ, സോൾട്ട്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽ എക്സെട്ര. ഇതാണ്. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി. ഗോൾഗി കോംപ്ലക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചിയിലാക്കുന്നു. അതായത് നമ്മുടെ ബോഡിക്കകത്തുള്ള സെല്ലിനകത്തുള്ള പാക്കിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. നമുക്ക് ഓരോരുത്തരുടെയും ഫംഗ്ഷൻ നോക്കാം. റൈബോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? മാംസ്യ നിർമ്മാണം അഥവാ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമാണ്.
ഗോൾഗി കോംപ്ലക്സ് എന്താണ്? കോശത്തിൽ സ്രവിക്കുന്ന സ്രവങ്ങളെ ചെറുസഞ്ചിയിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പാക്കിംഗ് യൂണിറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. ദെൻ അടുത്തതായിരുന്നു മൈറ്റോകോൺട്രിയ, കോശത്തിലെ പവർ ഹൗസ് അല്ലെങ്കിൽ ശ്വസന കേന്ദ്രം എന്നറിയപ്പെടുന്നു. ദെൻ ഓപ്ഷൻ ഡി ഉണ്ടായിരുന്നു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ എന്താണ്? കോശാസ്ഥികൂടം അല്ലെങ്കിൽ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ശരിയായി ജോഡി ചേർത്തിട്ടുള്ളത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? കെമിസ്ട്രിയിലെ സമവാക്യങ്ങൾ വരുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു ഇതിനകത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു സമീകരിച്ച രാസസമവാക്യം എല്ലായ്പ്പോഴും അനുസരിക്കുന്നത്, അതായത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആൾവേസ് ഫോളോസ് സ്ഥിരാനുപാത നിയമം അഥവാ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണോ? ദ്രവ്യ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണോ? ഭിന്നാനുപാത നിയമം അഥവാ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണോ? അഥവാ ഡാൾട്ടൺ നിയമം അഥവാ ഡാൾട്ടൺസ് ലോ ആണോ? അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതാണ്? ദ്രവ്യ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നാണ്. ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്തും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം മാസ് വരുന്നത്. ഇനി അടുത്തത്, തന്നിട്ടുള്ളതിൽ പ്രകാശ രാസപ്രവർത്തനം അല്ലാത്തതേത്? പ്രകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്, ഓപ്ഷൻ ബി ജീവിദീപ്തി അഥവാ ബയോലൂമിനിസെൻസ്, ഓപ്ഷൻ സി പ്രകാശ വിശ്ലേഷണം അഥവാ ഫോട്ടോലൈസിസ്, ഓപ്ഷൻ ഡി പ്രതിദീപ്തി അഥവാ ഫ്ലൂറസെൻസ്. അപ്പം എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? പ്രതിദീപ്തി അഥവാ ഫ്ലൂറസെൻസ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നും നോക്കാം. പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ, പ്രകാശം വേണ്ടേ? പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ജീവിദീപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവികൾക്ക് പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവിനെയാണ് ജീവിദീപ്തി എന്ന് പറയുന്നത്. പ്രകാശ വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വസ്തുക്കൾ വിഘടിച്ച് രണ്ടായിട്ട് മാറുന്നതാണ്. ദെൻ പ്രതിദീപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോ ലൂമിനിസെൻസ് ആണ്. ഫ്ലൂറസെൻസിനെയാണ് പ്രതിദീപ്തി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആൻസർ ഫ്ലൂറസെൻസ് ആണ്. ഏത് താപനിലയിൽ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഏത് താപനിലയിലാണ് ജലത്തിൽ ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ളത്? അതായത് അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ബി മാക്സിമം? വെള്ളത്തിൻ്റെ ഡെൻസിറ്റി മാക്സിമം ആണ്. ഓപ്ഷൻ എ 40 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 0 ഡിഗ്രി, ഓപ്ഷൻ സി -4 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 4 ഡിഗ്രി സെൽഷ്യസ്. ഏതാണ്? ഓപ്ഷൻ ഡി 4 ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും ഡെൻസിറ്റി കൂടിയ വെള്ളം കിട്ടുന്നത്. ഇനി അതിൻ്റെ താഴോട്ട് പോയാൽ അതെന്തായിട്ട് മാറും? ഐസായിട്ട് മാറും. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ തെറ്റാണ്. 40 ഡിഗ്രിയിലൊന്നും എന്താവുന്നില്ല? വെള്ളം ആവിയായിട്ട് പോകുന്നൊന്നുമില്ല. അവിടെ എന്താണ്? വെള്ളമായിട്ടാണ് നിൽക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കോളം 1ഉം കോളം 2മായി യോജിപ്പിച്ച് കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോളം 1ൽ എന്താണ്? ഇരപിടുത്തം, മ്യൂച്വലിസം, കമൻസലിസം, പരാതജീവനം. കോളം 2ൽ മാവും മരവാഴയും, രണ്ടാമത്തെ ഓപ്ഷനാണ് മാവും ഇത്തിൾ കണ്ണിയും, മൂന്നാമത്തെ ഓപ്ഷനാണ് മാനും കടുവയും, നാലാമത്തെ ഓപ്ഷനാണ് പൂമ്പാറ്റയും പൂവും. അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം? ഈ 4 ഓപ്ഷൻസ് എന്താണെന്നുള്ളത് നമുക്കറിയണം. ഏതൊക്കെയാണ്? പ്രിഡേഷൻ, മാംഗോ ട്രീ ആൻഡ് വാൻഡ, മ്യൂച്വലിസം, മാംഗോ ട്രീ ആൻഡ് ലൊറാന്തസ്, കമൻസലിസം, ഡിയർ ആൻഡ് ടൈഗർ, പാരസൈറ്റിസം, ബട്ടർഫ്ലൈ ആൻഡ് ഫ്ലവർ. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: A3 B4 C1 D2, ഓപ്ഷൻ ബി A3 B1 C4 D2, അതുപോലെ ഓപ്ഷൻ സി A3 B1 C2 D4, ഓപ്ഷൻ ഡി A3 B4 C2 D1. ഏതാണ് കറക്റ്റ് ആൻസർ വന്നേക്കുന്നത്? ഓപ്ഷൻ എ ആണ് A3 വരണം, ബി എന്താണ് 4, C1 D2. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇരപിടുത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന് ഗുണകരം മറ്റതിന് എന്തായിരിക്കും? ദോഷമായിരിക്കും. ഒന്ന് മറ്റേനെ തിന്നല്ലേ ചെയ്യുന്നത്. ഇര എന്താവുന്നു? ഇരപിടിയന് ഭക്ഷണമാവുന്നു. അപ്പോൾ ടൈഗറും മാനും വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതാണ് അതിനകത്ത് വരുന്നത്. ദെൻ അടുത്ത ഓപ്ഷൻ ആയിരുന്നു പരാതജീവനം. എന്താണ്? ഒന്നിന് ഗുണകരം മറ്റേന് എന്താണ്? ദോഷകരമായിട്ട് വരുന്നുണ്ട്. പരാതം എന്ത് ചെയ്യുന്നു? പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നു. മാവും ഇത്തിൾ കണ്ണിയുമുള്ള ഓപ്ഷൻ എന്താണ് ഇതിനകത്ത് വരുന്നത്? അതായത് മാംഗോ ട്രീ ആൻഡ് ലൊറാന്തസ്. അടുത്താണെന്ത്? മ്യൂച്വലിസം. 2 ജീവികൾക്കും ഗുണകരം. പൂവും പൂമ്പാറ്റയുള്ള ഓപ്ഷൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എന്താണ്? പൂവിന് എന്ത് കിട്ടുന്നു? പരാഗണം നടക്കുന്നു. പൂമ്പാറ്റയ്ക്ക് എന്ത് കിട്ടുന്നു? നെക്ടർ അഥവാ ഹണി കിട്ടുന്നു. ദെൻ കമൻസലിസം ഉണ്ടായിരുന്നു. ഒന്നിന് ഗുണകരം മറ്റതിന് ഗുണമോ ദോഷമോ ഇല്ല. എന്താണ്? മരവാഴയും മാവും. എന്താണ്? മരവാഴക്ക് താമസിക്കാനൊരു സ്ഥലം കിട്ടുന്നു, എന്നാൽ മാവിന് എന്തെങ്കിലും ഗുണമോ ദോഷമോ ഉണ്ടോ? മാവിനൊരു ഗുണവും ദോഷവും ഇല്ല. മരവാഴക്ക് ജീവിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അത് കമൻസലിസത്തിന് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്,
ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാകിരണം പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണാണ് ഡാഷ്. നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഹോർമോൺ ദാറ്റ് പ്രൊമോട്ട്സ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. കിഡ്നിയിൽ വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ പുനരാകിരണമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഓക്സിറ്റോസിൻ, ഓപ്ഷൻ ബി വാസോപ്രസിൻ, ഓപ്ഷൻ സി സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ ആണ്. ഓപ്ഷൻ ഡി തൈറോക്സിൻ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? വാസോപ്രസിൻ അഥവാ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഹോർമോണിൻ്റെയും റോളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മൂത്ത് മസിലുകളുടെ കോൺട്രാക്ഷൻ അഥവാ ഡെലിവറി അഥവാ പ്രസവം സാധ്യമാക്കുന്ന ഹോർമോൺ ആണെന്ത്? ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബർത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഓക്സിറ്റോസിൻ ആണ്. വാസോപ്രസിൻ്റെ വേറെ പേരാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അഥവാ ADH എന്നാണ്. ജലത്തിൻ്റെ പുനരാകിരണമാണ്. മൂത്രത്തിൻ്റെ അളവ് കുറച്ചിട്ട് ധാരാളം വെള്ളം ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്തെടുക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷനാണ് സൊമാറ്റോട്രോപ്പിൻ അഥവാ വളർച്ചാ ഹോർമോൺ. എന്താണ്? ഒരാളുടെ വളർച്ചയെ നിയന്ത്രിക്കലാണ് ആരുടെ പണി? സൊമാറ്റോട്രോപ്പിൻ. നാലാമത്തെ ഓപ്ഷനായിരുന്നു എന്ത്? തൈറോക്സിൻ. തൈറോക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം, അതായത് നമ്മളെ മെറ്റബോളിക് ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യുക, ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? വാസോപ്രസിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് വിച്ച് ഈസ് നോൺ ആസ് ടേബിൾ ഷുഗർ. ഷുഗേഴ്സ് ഇല്ല. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി ലാക്ടോസ്, ഓപ്ഷൻ സി സൂക്രോസ്, ഓപ്ഷൻ ഡി ഫ്രക്ടോസ്. അപ്പം നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ഏതാണ്? ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ സി സൂക്രോസ് ആണ് ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തരുടെയും മറ്റുള്ള പേരുകൾ എന്താ നോക്കാം. ഗ്ലൂക്കോസിൻ്റെ പേരാണെന്ത്? സിമ്പിൾ ഷുഗർ. നമ്മളെ ബോഡി ഏത് ടൈപ്പ് കാർബോഹൈഡ്രേറ്റ് ഉപയോഗിച്ചാലും നമ്മൾ അതിനെ ലാസ്റ്റ് എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. രണ്ടാമത്താണ് ലാക്ടോസ്. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ടോന്ന് എവിടെ കണ്ടാലും എന്തായിരിക്കും? ലാക്ടോബാസിലസ്, ലാക്ടിക് ആസിഡ് ഒക്കെ ബന്ധപ്പെട്ട എന്താണ്? മിൽക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് എന്താണ്? മിൽക്ക് ഷുഗർ എന്നറിയപ്പെടുന്നതാണ് ലാക്ടോസ്. സൂക്രോസിൻ്റെ പേരാണ് ടേബിൾ ഷുഗർ. നമ്മുടെ പഞ്ചസാരയാണ് ടേബിൾ ഷുഗർ. സൂക്രോസ് എന്നറിയപ്പെടുന്നത്. ഫ്രക്ടോസിന് പറയുന്ന പേരാണെന്ത്? ഫ്രൂട്ട് ഷുഗർ എന്ന്. അതുകൊണ്ട് എന്താണ്? സൂക്രോസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? പയറുവർഗ്ഗ സസ്യങ്ങളുടെ വേരുകളിൽ വസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണം, അതായത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയാണ്. ദ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയം ദാറ്റ് ലിവ്സ് ഇൻ ദ റൂട്ട് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ്. നമുക്കെന്താണ്? നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയകളുണ്ട്, അതുപോലെ തന്നെ ജലസസ്യങ്ങളുണ്ട്. അതന്നെ ലെഗ്യൂമിനസ് പ്ലാന്റ് അഥവാ പയറുവർഗ്ഗ ചെടികളിൽ കാണുന്നതുണ്ട്, നോൺ ലെഗ്യൂമിനസ് പ്ലാന്റ്സിൽ കാണുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പയറുവർഗ്ഗ സസ്യങ്ങളുടെ വേരുകളിൽ വസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ മൈക്കോപ്ലാസ്മ, ഓപ്ഷൻ ബി നൈട്രോബാക്ടർ, ഓപ്ഷൻ സി റൈസോബിയം, ഓപ്ഷൻ ഡി ലാക്ടോബാസിലസ്. അപ്പോൾ ഇത് തന്നെ നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലാക്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇവിടുത്തെ ഒരു ആൻസർ നമുക്ക് കിട്ടൂലേ. ഓരോ ഓപ്ഷൻ ഡിലീഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടൂലേ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി റൈസോബിയം ആണ് എന്ത് വരുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓർഗാനിസത്തിനെ കുറിച്ചൊക്കെ നോക്കാം. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? കിങ്ഡം മൊനീറയിൽ വരുന്ന ബാക്ടീരിയയുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന, എന്നാൽ എന്താണ്? പൂർണ്ണമായും കോശഭിത്തി ഇല്ലാത്ത ഒരു ജീവിയാണെന്ത്? മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്സിജന്റെ അഭാവത്തിലും ജീവിക്കാൻ സാധിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം ആണെന്ത്? മൈക്കോപ്ലാസ്മ എന്നറിയപ്പെടുന്നത്. അറിയപ്പെടുന്ന ജീവകോശങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ ജീവിയാണ് മൈക്കോപ്ലാസ്മ. നമുക്ക് നോക്കാം. മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടുന്ന കുറേ ബാക്ടീരിയകൾ ഉണ്ട്. ഏതൊക്കെയാണ് ബാക്ടീരിയകൾ? റൈസോബിയം, എസറ്റോബാക്ടർ, അസോസ്പൈറിലം, നൈട്രോബാക്ടർ. അപ്പോൾ ഇവരിൽ ഈ മൂന്നാളുകളും എന്താണ്? സോയിലിൽ ഫ്രീ ലിവിങ് ആയിട്ട് കാണുന്നതാണ്. എന്നാൽ റൈസോബിയം എന്ന് പറഞ്ഞാൽ എന്താണ്? പയറ് ചെടിയുടെ വേരിലെ മുഴകളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ റൈസോബിയം കാണുന്നത്. ദെൻ നൈട്രജൻ സ്ഥിരീകരണത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സസ്യമാണ്, ജലസസ്യമാണ് അസോള എന്ന് പറയുന്നത്. ഇപ്പോൾ റൈസോബിയം കാണുന്ന വേറെയും സസ്യങ്ങളുണ്ട്. പയറു ചെടി അഥവാ ലെഗ്യൂമിനസ് പ്ലാന്റ്സ് ഉണ്ട്, തൊട്ടാവാടി ഉണ്ട്, മൈമോസ, കൊഴിഞ്ഞിലുണ്ട്, മുതിര, ഉഴുന്ന്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പയറു ചെടിയിൽ കാണുന്ന നൈട്രജൻ സ്ഥിരീകാരിയായിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? റൈസോബിയമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ലാക്ടോബാസിലസ് എന്താണ്? ലാക്ടോ എന്ന് പറഞ്ഞാൽ തന്നെ പാലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം എന്താണ്? പാലിനെ തൈരാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ആണവ കർമ്മ പരിപാടിയുടെ പിതാവാരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം. എല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് തന്നെയാണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? APJ അബ്ദുൽ കലാം ഉണ്ട്, ഓപ്ഷൻ ബി രാജാരാമണ്ണ ഉണ്ട്, ഓപ്ഷൻ സി വിക്രം സാരാഭായ്, ഓപ്ഷൻ ഡി ഹോമി ജെ ബാബ.
അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഏതാണ്? ഹോമി ജെ ഭാഭയാണ് ഇന്ത്യൻ ആണവ കർമ്മ പദ്ധതി പരിപാടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാഭ, അഥവാ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും നോക്കാം. APJ അബ്ദുൽ കലാം അറിയപ്പെടുന്നതാണ് നമ്മുടെ ജനകീയ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന പ്രസിഡന്റാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. അങ്ങനെയാണെങ്കിൽ മിസൈൽ വുമൺ അഗ്നിപുത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? ടെസ്സി തോമസ് ആണ്. ISROയുടെ ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ള ചെയർമാൻ ആയിരുന്നു അല്ലേ. രാജാ രാമണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ, അതായത് ഇന്ത്യാസ് ടെസ്റ്റ് ന്യൂക്ലിയർ എക്സ്പ്ലോഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാജാ രാമണ്ണയാണ്. ദെൻ വിക്രം സാരാഭായ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവാണ്, അതായത് ISROയുടെ ആദ്യ ചെയർമാനും കൂടിയാണ്. എന്നാൽ ഹോമി ജെ ഭാഭ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യൻ ആണവ പദ്ധതിയുടെ, അതായത് പരിപാടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാഭയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള പലായന പ്രവേഗമാണ്, അതായത് ദ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ എർത്ത് സർഫസ് ഈസ് ഓപ്ഷൻ എ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി 11.2 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ തന്നെ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് പോകാമല്ലോ. ഒരിക്കലും മീറ്റർ പെർ സെക്കൻഡ് എന്തായില്ല, ഇത്രയും പലായന പ്രവേഗമൊക്കെ കണക്കൂട്ടുമ്പോൾ എന്തായാലും അത്രയും ചെറിയ എമൗണ്ട് വരൂല. ദെൻ ഓപ്ഷൻ സി എന്താണ്? 9.8 കിലോമീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി 9.8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഈ കിലോമീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് വരുന്ന കുറച്ച് കൺഫ്യൂസിങ് വാല്യൂസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂഗുരുത്വ ആകർഷണ ത്വരണം അഥവാ G എന്ന് പറഞ്ഞാൽ എന്താണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.6 ഇൻറ്റു 10⁻⁻11 ആണ് കേട്ടോ. 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ഭൂമിയുടെ പലായന പ്രവേഗം ചോദിച്ചാൽ എന്താണ്? ഭൂമിയിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ചന്ദ്രനിൽ നിന്നുള്ള പലായന പ്രവേഗമാണ് ചോദിക്കുന്നതെങ്കിൽ 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ വാല്യൂസ് തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹമാണ്, അതായത് മാലിയബിലിറ്റി കൂടിയിട്ടുള്ള ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എ ഗോൾഡ്, ഓപ്ഷൻ ബി സിൽവർ, ഓപ്ഷൻ സി ടങ്സ്റ്റൺ, ഓപ്ഷൻ ഡി അലൂമിനിയം. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ ആയിട്ട് വരുന്ന എന്താണ്? ഓപ്ഷൻ എ ഗോൾഡ് ആണ്. മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ചോദിക്കുമ്പോൾ PSCയുടെ ആൻസർ എന്താണ്? ഗോൾഡ് ആണ് വരുന്നത്. പക്ഷേ ലോഹങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ മാലിയബിലിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴലുകൾ, നീർത്ത കമ്പികളാക്കുക. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ പരത്തിയിട്ട് നേർത്ത ഷീറ്റാക്കാനുള്ള കഴിവാണ്. ലോഹദ്യുതി ഉണ്ട്, അതായത് മുറിച്ച ഭാഗത്തിൽ ഒരു തിളക്കം വരുന്ന പ്രോപ്പർട്ടി ഉണ്ട്. വൈദ്യുത ചാലകത കാണിക്കുന്നുണ്ട്. സൊണോരിറ്റി അഥവാ തട്ടിയാൽ സൗണ്ട് പുറപ്പെടുവിക്കും. ദെൻ താപത്തെ കടത്തിവിടുന്ന താപചാലകങ്ങളായിരിക്കും. ഇവിടെ നമ്മൾക്ക് ഓർക്കേണ്ട 3 പോയിന്റുകൾ ഇതാണ്. മാലിയബിലിറ്റി കൂടിയ ലോഹം സ്വർണ്ണമാണ്, ഡക്റ്റിലിറ്റി കൂടിയ ലോഹം പ്ലാറ്റിനമാണ്. പക്ഷേ PSCക്ക് മിക്കപ്പോഴും ഉത്തരം വരാറുള്ളത് അതും സ്വർണം തന്നെയാണ്. താപചാലകത കൂടിയ ലോഹം എന്താണ്? വെള്ളിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ത്? പിച്ചള എന്ന സങ്കരത്തിന്റെ ഘടകലോഹങ്ങളാണ്. അപ്പോൾ ലോഹസങ്കരങ്ങൾ നമ്മൾ കുറച്ചെണ്ണം പഠിക്കുന്നുണ്ട്. ബ്രാസ് ഈസ് ദ അലോയ് ഓഫ് ഓപ്ഷൻ എ കോപ്പർ ആൻഡ് സിങ്ക്, ഓപ്ഷൻ ബി കോപ്പർ ആൻഡ് ടിന്ന്, ദെൻ ഓപ്ഷൻ സി എന്താണ്? കോപ്പർ ആൻഡ് ലെഡ് ആണ്, ഓപ്ഷൻ ഡി നിക്കൽ ആൻഡ് അയൺ ആണ്. നമുക്ക് നോക്കാം. ആൻസർ എന്താണ്? ഓപ്ഷൻ എ കോപ്പർ ആൻഡ് സിങ്ക് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ലോഹസങ്കരങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒന്നുകൂടി പറഞ്ഞു പോവാം. ലോഹസങ്കരം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരം അഥവാ അലോയികൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ലോഹസങ്കരങ്ങളും ഘടകലോഹങ്ങളുമാണ് പറയുന്നത്. ബ്രാസ് അഥവാ പിച്ചളയുടെ ഘടകങ്ങളാണ് കോപ്പറും സിങ്കും. ദെൻ ബ്രോൺസ് അഥവാ ഓടിൻ്റെതാണ് എന്ത്? കോപ്പർ അഥവാ കോപ്പർ എന്ന ചെമ്പനാണ്, കോപ്പറും ടിന്നും. ദെൻ നിക്രോമിൻ്റെ ആണെന്ത്? നിക്കലും ക്രോമിയവും അയണും വരുന്നുണ്ട്. അൽനിക്കോ ആണ് കേട്ടോ, ആൾനിക്കോ അല്ല. അൽനിക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? അലൂമിനിയം ഉണ്ട്, നിക്കലുണ്ട്, അതുപോലെ എന്തുണ്ട്? കൊബാൾട്ടും ഉണ്ട്, ഇരുമ്പുണ്ട്. അപ്പോൾ മിക്കപ്പോഴും ബ്രാസും ബ്രോൺസും ആണ് ചോദിക്കാറുള്ളത്. ബ്രാസിൻ്റെ കോഡാണ് ബ്രാസിക്കോസി എന്ന് പഠിച്ചു വെച്ചാൽ മതി. ബ്രോൺസിന് ഓട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓടിക്കോടി എന്ന് പറഞ്ഞാൽ മതി. ഓടിക്കോടി എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പറും ടിന്നും കൂടിയാൽ ഓട് അഥവാ ബ്രോൺസ് ആണെന്നുള്ളത് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഈ ടേബിളിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി 3ാം വർഗ ഉത്തോലകത്തിൽ, അതായത് 3rd ഓർഡർ ലിവർ എന്താണ്? ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ലിവറുകൾ എന്ന് പറഞ്ഞാൽ.
അപ്പം അതിനകത്ത് യത്നമുണ്ട്, രോധമുണ്ട്, ധാരമുണ്ട്. 3 ഭാഗങ്ങളാണ് ഒരു ഉത്തോലകത്തിനുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ തേർഡ് ഓർഡറിൻ്റെ ഓപ്ഷനാണ് ചോദിക്കുന്നത്. യത്നം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നു. അതായത് എഫേർട്ട് കംസ് ഇൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് ഫിൽക്രം. ബി ധാരം രോധത്തിനും യത്നത്തിനും ഇടയിൽ വരുന്നു. അതായത് ഫിൽക്രം കംസ് ഇൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് എഫേർട്ട്. ദെൻ ഓപ്ഷൻ സി ഉണ്ട്, രോധം യത്നത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നു. റെസിസ്റ്റൻസ് കംസ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫിൽക്രം. ഇതൊന്നുമല്ല. എന്താണ് കറക്റ്റ് ആൻസർ യത്നം എന്താണ്? രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നു. എഫേർട്ട് കംസ് ഇൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസിൻ്റെയും ഫിൽക്രത്തിൻ്റെയും ഇടയിലായിരിക്കും എഫേർട്ട് അഥവാ യത്നം വരുന്നത്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് നോക്കാം. എന്താണ് ഉത്തോലകം ലിവർ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ട് ഉത്തോലകങ്ങളെ ലഘുയന്ത്രങ്ങൾ എന്ന് പറയാറുണ്ട്. നമ്മൾ ഹെവി ആയിട്ടുള്ള വർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഉത്തോലകങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഉത്തോലകത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ധാരം അഥവാ ഫെൽക്രമുണ്ട്, യത്നം അഥവാ എഫേർട്ടുണ്ട്, രോധം അഥവാ റെസിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ 3 ഭാഗങ്ങളാണുള്ളത്. 1-ാം വർഗ ഉത്തോലകത്തിൻ്റെ ഓർഡർ എന്താണ്? യത്നം, ധാരം, രോധം. ധാരമാണ് സെൻറ്ററിൽ വരുന്നത്. എക്സാമ്പിൾസ് ആണ് കപ്പി, നെയിൽ പുള്ളർ, സീസോ, ത്രാസ്, കത്രിക, പ്ലെയേഴ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. 2-ാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ എന്താണ്? രോധമാണ് സെൻറ്ററിൽ വരിക. ധാരത്തിൻ്റെയും യത്നത്തിൻ്റെയും ഇടയിലായിരിക്കും രോധം റെസിസ്റ്റൻസ് ഉണ്ടാവുക. യത്നം, രോധം, ധാരം എന്ന് പറഞ്ഞ ഓർഡറിലായിരിക്കും. എക്സാമ്പിൾസ് ആണ് പാക്ക് വെട്ടി, വീൽബാരോ, നാരങ്ങ ഞെക്കി, ബോട്ടിൽ ഓപ്പണർ. 3-ാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ എന്താണ്? യത്നം എവിടെ വരുന്നു? രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നു. എന്താണ്? രോധം, യത്നം, ധാരം എന്നുള്ള ഓർഡർ ആയിരിക്കും. എക്സാമ്പിൾ ആണ് ചവണ, ഐസ്റ്റോങ്ക്, ചൂണ്ട ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ ഒരു കോഡ് പറയാം. 1-ാം വർഗ ഉത്തോലകം, 2-ാം വർഗ ഉത്തോലകം, 3-ാം വർഗ ഉത്തോലകം. ഈ 3ൻ്റെ സെൻറ്ററിൽ വരുന്ന ആളുകൾ നോക്കിയേ, ധാരം, രോധം, യത്നം. അപ്പം നമ്മൾ എന്ത് പറയുന്നു? ധാരോയ എന്ന് പഠിച്ചു വെച്ചാൽ എന്താണ്? ധാരോയ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്ററിൽ ആര് വരുന്നു എന്നുള്ളതേ മാറുള്ളൂ. അപ്പുറം ഇപ്പുറം ആര് വന്നോട്ടെ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പറയാം. അപ്പം നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്. ധാരോയ എന്ന് പറഞ്ഞാൽ ധാരമാണ് സെൻറ്ററിൽ വരുന്നെങ്കിൽ 1-ാം വർഗം, ധാരോ എന്നല്ല പിന്നെ പറഞ്ഞാൽ രോധമാണെങ്കിൽ 2-ാം വർഗം, യത്നമാണെങ്കിൽ 3-ാം വർഗം. എന്താണ് കോഡ്? ധാരോയ. 1-ാം വർഗത്തിൽ ധാരം വരുന്നു, 2-ാം വർഗത്തിൽ രോധം വരുന്നു, 3-ാം വർഗത്തിൽ യത്നം വരുന്നു. ഇതാണ് അതിൻ്റെ കോഡ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു ദ്രാവകത്തിൻ്റെ ബാഷ്പമർദ്ദം അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമാകുമ്പോൾ അത് when the vapor pressure of a liquid is equal to the atmosphere pressure it begins to. ഓപ്ഷൻ എ ഉരുകുന്നു, ഓപ്ഷൻ ബി തിളയ്ക്കുന്നു, ഓപ്ഷൻ സി കട്ടിയാകുന്നു, ഓപ്ഷൻ സി ഉൽപ്പതിപ്പിക്കുന്നു, അതായത് സബ്ലിമേറ്റ് ചെയ്യുന്നു. ബാഷ്പമർദ്ദം അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമാകുമ്പം എന്തെയാണ് ചെയ്യുക? ആ ദ്രാവകം തിളക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ജനറൽ സയൻസിന് കാറ്റഗറി 2 PYQ മാർച്ച് 2023 വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഓപ്ഷൻസ് തന്നെ എല്ലാ ഓപ്ഷൻസും പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾമോസ്റ്റ് ഏരിയകളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഓപ്ഷൻസൊക്കെ നോക്കിയിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.